സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് സോളാർ സെൽസിനെ പറ്റിയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് സോളാർ സെൽസിനെ പറ്റിയാണ്. അപ്പൊ സോളാർ സെൽസ് എല്ലാവർക്കും അറിയാം, ലൈറ്റ് എനർജിയെ, അതായത് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയെ കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സോളാർ സെല്ല്. So a solar cell is defined as an electrical device that converts light energy into electrical energy through the photovoltaic effect. അപ്പൊ ഈ ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന്. അപ്പം ഇൻഡിവിജ്വൽ സോളാർ സെൽസ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം മൊഡ്യൂൾസ് കോമൺലി നോൺ എസ് സോളാർ പാനൽസ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഇതെന്ന് പറയുന്ന ഒരു സിംഗിൾ സോളാർ സെല്ലാണ്. ഈ സിംഗിൾ സോളാർ സെല്ലിന് നമുക്ക് ജസ്റ്റ് 0.5 വോൾട്ട് ജനറേറ്റ് ചെയ്യാൻ, 0.5 അല്ലെങ്കിൽ 0.6 വോൾട്ട് വരെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സിംഗിൾ സെല്ല് വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ സിംഗിൾ സെല്ലിന് പകരം നമ്മൾ ഈ കമ്പൈൻഡ് ആയിട്ട് ഒരു വലിയ സ്ട്രക്ചറിൽ ഒരു നല്ല എമൗണ്ട് കണക്കിന് സോളാർ സെല്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് സോളാർ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. അതായത് നമ്മൾ സാധാ ഒരു ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, അതിലോട്ട് ഈ കാണിച്ചിരിക്കുന്ന ലൈറ്റ് റേ ആണ്, ഈ ലൈറ്റ് റേ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സോളാർ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. സോ ഇൻഡിവിജ്വൽ സോളാർ സെൽ ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം മോഡ്യൂൾസ് കോമൺലി നോൺ എസ് സോളാർ പാനൽ. സോ ഇൻഡിവിജ്വൽ സെല്ലിനെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെ പറയണതാണ് സോളാർ സെല്ല്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0.5 to 0.6 വോൾട്ട്. സോ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ നോക്കുന്നതിന് മുമ്പേ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ എളുപ്പമായിരിക്കും. വർക്കിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിലൊരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ പോവുകയാണ്, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു PN ജംഗ്ഷൻ ഉണ്ട്, സാധാ PN ജംഗ്ഷൻ. അതിനൊരു ഡിപ്ലീഷൻ, ഈ കാണുന്നതാണ് ഡിപ്ലീഷൻ റീജിയൻ. സോ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർവേഡ് ബയാസിങ്ങും പഠിച്ചിട്ടുണ്ട്, റിവേഴ്സ് ബയാസിങ്ങും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോർവേഡ് ബയാസിങ്ങിനും റിവേഴ്സ് ബയാസിങ്ങിനും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ് ഇതുവഴി കറണ്ട് പാസ് ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ സോളാർ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നതിനാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിപ്ലീഷൻ റീജിയനിലോട്ട് സോളാർ റേഡിയേഷൻ കൊടുക്കും. ഈ ഡിപ്ലീഷൻ റീജിയനിൽ സോളാർ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ഈ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് സിലിക്കോൺ അല്ലേ. അപ്പൊ ഈ ഡിപ്ലീഷൻ റീജിയനിൽ എന്താണ്, സിലിക്കോണിന്റെ ന്യൂട്രൽ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഈ സോളാർ റേ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇടിക്കുന്ന സമയത്ത് ഈ ന്യൂട്രൽ ആറ്റം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് ഹോൾസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുകയും ചെയ്യും, അതേപോലെ ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ആവും. അങ്ങനെ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ആയത് ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ എൻ റീജിയനിലോട്ട് പോകും, ഇലക്ട്രോൺ എൻ റീജിയനിലോട്ട് പോകും. അതേപോലെ ഹോൾസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ എന്തോന്ന് പറ്റും, ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് റീജിയനിലോട്ട് പോകും. ഇതുവരെ മനസ്സിലായല്ല? അങ്ങനെ ഇതേപോലെ ഇഷ്ടം പോലെ ആറ്റം സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ ഇവിടെ പി റീജിയനിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. പി റീജിയനിൽ ഹോൾസ് അക്യൂമുലേറ്റ് ചെയ്യും, എൻ റീജിയനിൽ ഇലക്ട്രോൺ അക്യൂമുലേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇത് ഒരു ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് പി റീജിയനിലും എൻ റീജിയനിലും അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരു ബൾബോ എന്തെങ്കിലും ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സാധനം എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പോസിറ്റീവിന്ന് ഹോൾ ഇറങ്ങി നെഗറ്റീവ് ചെന്ന് കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ ഒരു എന്തോന്ന് പറ്റും, ലൈറ്റ്, ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അത്രേ ഉള്ളൂ വർക്കിംഗ്, സിമ്പിൾ ആണ്. സോ ഇനി നമുക്ക് ആധികാരികമായിട്ട് നോക്കാം. ആധികാരികമായിട്ട് ഇപ്പം ഒരു ബേസിക് ഐഡിയ കിട്ടണമല്ലോ. ഇപ്പം ഡിപ്ലീഷൻ റീജിയനിലാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് റേസ് വന്ന് വീഴുന്നത്. ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ട്, ഡിപ്ലീഷൻ റീജിയനിൽ ന്യൂട്രൽ ആറ്റംസ് ഉണ്ട്. ന്യൂട്രൽ ആറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോട്ടോൺ എനർജി അല്ലെങ്കിൽ സൺലൈറ്റ് എനർജി ഇതിൽ വന്ന് വീഴുമ്പോൾ എന്ത് പറ്റും, ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ആവും. സപ്പോസ് ഇതാണ് നമ്മളെ ഇലക്ട്രോൺ, സ്പ്ലിറ്റ് ആയ ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ വന്ന് ഇവിടെ ഒരു ഹോൾ വന്നു.
ഹോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് വെച്ചത്. സോ എന്ത് ഇലക്ട്രോൺ ഹോൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ ഇലക്ട്രോൺ ഹോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഹോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഹോൾ എന്ന് പറയുന്നത് ഈ പോസിറ്റീവും ഈ പോസിറ്റീവ് എല്ലാം ഇവിടെ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. ഈ പോസിറ്റീവ് ഇതിനെ റിപ്പൽ ചെയ്യും, അതേപോലെ ഈ നെഗറ്റീവ് ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതെന്ത് പറ്റും, ഇത് സോറി എന്റെ പി എൻ ജംഗ്ഷന്റെ കംപ്ലൈന്റ് ആണ്. ഇതെന്ത് പറ്റും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ പി റീജിയനിൽ വന്ന് വീഴും. അതേപോലെ അടുത്ത് എന്ത് പറ്റും, ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവായിട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ പുഷിങ് എന്ന് പറയുന്നത് എന്ത് ഈ ഭാഗത്തോട്ടായിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് നെഗറ്റീവ് റീജിയനിലോട്ട് വരും. അങ്ങനെ ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ വന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, ഇവിടെ പി ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പൊ ഒരു ബൾബാണ് ഗ്ലോ ചെയ്യുന്നത്, ബൾബാണ് വേണ്ടതെന്ന് വെച്ചാൽ ബൾബ് എടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പി റീജിയനിലെ ഹോൾസ് നെഗറ്റീവ് റീജിയനിലോട്ട് കംപ്ലീറ്റ് ചെയ്ത് നെഗറ്റീവ് റീജിയനിലുള്ള ഇലക്ട്രോണുമായിട്ട് പെയർ ഫോം ചെയ്യാൻ പോകും. ആ സമയത്ത് ഇവിടെ കൂടി ഒരു കറണ്ട് ഫ്ലോ നടക്കും. അങ്ങനെ ഈ ബൾബ് ഗ്ലോ ചെയ്യും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയെങ്കിലേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് കൺസ്ട്രക്ഷനിലോട്ട് പോകാം. ഇപ്പം വർക്കിംഗ് മനസ്സിലായതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച പി എൻ ജംഗ്ഷനിൽ എന്ന് പറയുന്നത് പി റീജിയന് എൻ റീജിയന് ഈക്വൽ സൈസ്, അതായത് ഇതിപ്പോ പി റീജിയൻ ആണ്, ഇതിപ്പോ എൻ റീജിയൻ ആണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ സോളാർ സെല്ലിൽ വന്നിട്ട് ഈ ബ്ലൂ പോർഷൻ കണ്ടല്ലോ, ഈ ബ്ലൂ പോർഷൻ എന്ന് പറയുന്നതാണ് എൻ ടൈപ്പ്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തിക്നെസ് കൂടുതലായിരിക്കും. എൻ ടൈപ്പിന് തിക്നെസ് കുറവായിരിക്കും, പി ടൈപ്പിന് പക്ഷെ തിക്നെസ് കൂടുതലായിരിക്കും. ഇതിന്റെ ഇടയിലാണ് ഡിപ്ലീഷൻ റീജിയൻ വരുന്നത്. സോ എന്തിനാണ് ഇതിങ്ങനെ വെച്ചിരിക്കണതെന്ന് വെച്ചാൽ നമ്മളെ സൺലൈറ്റ് ഡിപ്ലീഷൻ റീജിയനിലാണ് വന്ന് ഇടിക്കേണ്ടത് അല്ലേ. പക്ഷെ നമ്മൾ ഈ സമയത്ത് എൻ റീജിയനെ ഇപ്പൊ തിക്നെസ് കൂട്ടി വെക്കുകയാണെന്ന് വെച്ചാൽ പി റീജിയന്റെ അത്ര തിക്നെസ് കൂട്ടി വെക്കുന്ന സമയത്ത് ഈ ഫോട്ടോൺസ് വന്ന് ഡിപ്ലീഷൻ റീജിയൻ വീഴാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് എൻ റീജിയനെ വളരെ തിന്നായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പി റീജിയൻ തിന്നാക്കി വെച്ച് എൻ റീജിയൻ വലുതാക്കുകയും ചെയ്യാം. അങ്ങനെ ഓപ്പോസിറ്റ് രീതിയിലും ചെയ്യാൻ പറ്റും. സോ അടുത്ത് ഇതിന്റെ അകത്ത് ഈ കൺസ്ട്രക്ഷനിൽ വരുന്ന വേറൊരു പാർട്ട് എന്ന് പറയുന്നത് എൻ റീജിയനിൽ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പി റീജിയനിൽ അതേപോലെ ഒരു വലിയ നീളത്തിനൊരു ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്, ഹോൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ബൾബ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ച് ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യും. പക്ഷെ ഇത് ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്നത് വളരെ മൈന്യൂട്ട്, അതായത് 0.6 ആയിരിക്കും. നമ്മൾ ഒരു സോളാർ പാനലിൽ നിന്ന് മാത്രമേ നമുക്ക് ബൾബ് കത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അകത്ത് പറഞ്ഞത്. ഈ പറയാനുള്ളതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ.